അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് ക്രിസ്മസ് ഞങ്ങളോട് എല്ലാവരും ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഡിസംബർ 24 മോർണിംഗിലാണ് ഞങ്ങൾ ഈ ക്രിസ്മസ് കൂട് വരെ സെറ്റാക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടാവുന്ന ഞങ്ങൾക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി, അതായത് മറ്റേ പയർ മുളപ്പിക്കുക, മണ്ണുകൊണ്ടുള്ള സെറ്റപ്പ്, അതൊന്നും നമുക്കിതിൽ ചെയ്യാൻ പറ്റിയില്ല. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീയും ഒരു ക്രിബും, രണ്ടും റെഡിമെയ്ഡാണ്. പക്ഷെ എന്നാലും അത് സെറ്റാക്കാൻ ഞങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കുഞ്ഞാൾക്കാരും കൂടി ഉണ്ട്. അവർ നമ്മളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്തായാലും പിള്ളേർക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. അവർക്കിപ്പോൾ ഒരുപാട് ക്രിയേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ക്രിബും ഒരു ട്രീയും കുറച്ച് മാല ബൾബും കൂടി ഇട്ടപ്പോൾ പരിപാടി കളറായി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ പരിപാടി മെയിനായിട്ട് വരുന്നത് രാത്രി. അന്ന് രാത്രി നമ്മൾ പാതിര കുർബാനയ്ക്ക് പോകുന്നതാണ്. അതെല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ്. കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നതും മെയിനായിട്ട് നമ്മൾ പല ക്രിസ്മസ് കൂടുകൾ കാണാൻ പോലും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകുന്ന ഒരു മെമ്മറി മേക്കിംഗ് ആണ് ആക്ച്വലി നമുക്ക് പാതിര കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ കുട്ടികളും കെട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ലിമിറ്റേഷൻ ആയിട്ടുണ്ട് പോകാനായിട്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ കൂടെയുള്ള ടൈം ഐ എം ജസ്റ്റ് എൻജോയിങ് ദാറ്റ്. അത് പലർക്കും രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ പള്ളിയിലാണ് ഞങ്ങൾ പാതിര കുർബാനയായിട്ട് പോയത്. അപ്പോൾ നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെ പിള്ളേർക്ക് അത്ര ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല ഇപ്പോൾ. എനിക്ക് തോന്നുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് വളരെ മിനിമലായിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഉണ്ടായത്. അതല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് കൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തായാലും ഉള്ളതുകൊണ്ട് ക്രിസ്മസ് പോലെ, ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ക്രിസ്മസ് പോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ നൂനൂന് ഇതെല്ലാം ഒരു ഫാൻറ്റസി ആയിരുന്നു. അതായത് ഫസ്റ്റ് ടൈമാണ് അവളുടെ ലൈഫിൽ പിന്നെ ഓർമ്മ വന്നിട്ട്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ ഇതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു അറിവോ പ്രായമോ ഒന്നും അവൾക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും ഒരു 12 മണി 12:30 വരെ ഒരു ഉറക്കവും ഇല്ലാതെ അവളിത് കണ്ടിരുന്നു. അതിനുശേഷം നല്ല ഉറക്കത്തിലായി. പക്ഷെ എന്തായാലും നോനുവിൻ്റെ ഈ സെക്കൻഡ് ക്രിസ്മസ് അടിപൊളിയായതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസ് എൻജോയ് ചെയ്തിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വെരി ഹാപ്പി ക്രിസ്മസ് ടു